അല്ല ബാബു, ഈ യൂട്യൂബ് ചാനലിൽ നിന്നൊക്കെ നമുക്ക് പൈസ വല്ലതും കിട്ടും, ജീവിക്കാൻ പറ്റും? ഈ ഒരു ചോദ്യം കേട്ടുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പുതിയ ഘട്ടം ആരംഭിക്കുന്നത്. ഈ ചോദ്യം എന്നോട് പലതവണ ചോദിച്ചവരിൽ നമ്മുടെ നാട്ടിലെ വളരെ സീനിയർ ആയിട്ടുള്ള ജേർണലിസ്റ്റുകൾ വരെയാണ്. ഏതാണ്ടൊരു 7 മാസം മുമ്പാണ് ഈ ചോദ്യം ഞാൻ ആദ്യമായിട്ട് കേട്ടു തുടങ്ങുന്നത്. അങ്ങനൊരു ചോദ്യം എനിക്ക് നേരെ വന്നതിന് പിന്നിൽ ശരിക്കും പറയുകയാണെങ്കിൽ വല്ലാത്തൊരു കഥയുണ്ട്. നിങ്ങൾ എല്ലാവർക്കും ഇപ്പം എന്നെ അറിഞ്ഞോളണമെന്നില്ല. എന്നെ അറിയാത്തവർക്കായിട്ട് പറയുകയാണ്, എൻ്റെ പേര് ബാബു രാമചന്ദ്രൻ. ഒരു കുഞ്ഞ് മാധ്യമ സ്ഥാപനം നടത്തുന്നുണ്ട്. ഞങ്ങൾ കുറച്ച് പേര് ചേർന്ന് നമുക്ക് ഉപകാരപ്രദമെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ള ചില കണ്ടൻറ്റൊക്കെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കുഞ്ഞ് ബൂട്ട് സ്റ്റാപ്പ് എൻ്റർപ്രൈസാണ്, ഒരു ചെറിയ ടീമാണ്. അങ്ങനെ പറയുമ്പോൾ എൻ്റെ പേര് നിങ്ങൾ പോയിട്ടിപ്പം ഗൂഗിളിൽ സെർച്ച് നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നും കിട്ടില്ല. നമ്മൾ ചെയ്ത കുറച്ച് ഇൻ്റർവ്യൂ ഉണ്ട്, കുറേയധികം വല്ലാത്ത കഥ എപ്പിസോഡുണ്ട്, അവിടെ കഴിയും, തീർന്നു. നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഈ വന്ന് നിൽക്കുന്ന ഞാൻ ഒരു സെലിബ്രിറ്റിയോ അല്ലെങ്കിൽ ഒരുപാട് ആൾ അറിയുന്ന ഒരാളോ ഒന്നുമല്ല. ഞാൻ പറയാൻ പോകുന്നതും പേരും പ്രസിദ്ധിയും നേടിയതിൻ്റെയോ അല്ലെങ്കിൽ ബാങ്കിൽ ലക്ഷങ്ങൾ ബാലൻസ് ഉണ്ടാക്കിയതിൻ്റെയോ ഒന്നും കഥയല്ല. ഇറ്റ് ഈസ് അബൌട്ട് എ ക്വൈറ്റ് ട്രിബിലിയർ. ഒരു എന്താ പറയുക, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വളരെ സേഫ് ആൻഡ് സെക്യൂർ ആയിരുന്ന ഒരു ഡെസ്ക് ബൗണ്ട് ജേർണലിസ്റ്റ് ജോബിൽ നിന്ന് അത് വലിച്ചെറിഞ്ഞുകൊണ്ട് നമ്മുടെ മുന്നിലുള്ള ഒരു ഓൺട്രപ്രണർഷിപ്പിലെ ഒരു അൺസർട്ടനിറ്റി നിറഞ്ഞ, വളരെയധികം സംശയങ്ങൾ നിറഞ്ഞ ഒരു മേഖലയിലേക്ക് എടുത്ത് ചാടിയ ഒരു ചാട്ടത്തിൻ്റെ കഥയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അത് പറയണമെങ്കിൽ നമ്മൾ കുറച്ച് പിന്നോട്ട് പോകണം. നമുക്കൊരു 2003 പോകാം. 2003 മുതൽ 2014 വരെയുള്ള കാലം ഞാനൊരു അമേരിക്കൻ എണ്ണ കമ്പനിയിൽ സൈസ്മിക് എഞ്ചിനീയറായിരുന്നു. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ എണ്ണയുണ്ടോ ഇല്ലയെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു ജോലി. അവിടെ ഒരുപാട് കാലം ജോലി ചെയ്തു. ആ കിട്ടിയ കുറച്ച് സമ്പാദ്യവും നാടിനോടും പിന്നെ കുഞ്ഞുങ്ങളോടുള്ളൊരു സെൻറ്റിമെൻറ്റ്സൊക്കെ ആയിട്ട് തിരിച്ച് നാട്ടിലേക്ക് വരികയാണ്. അപ്പം ഏതൊരു പ്രവാസിയെ പോലെ തന്നെ നമുക്കുണ്ടാവുമല്ലോ ഒരു ബിസിനസ് അങ്ങോട്ട് ചെയ്ത് കളയാം, നാളെ അംബാനിയാകാം എന്നുള്ള ആഗ്രഹമാണ്. വന്നു, ബിസിനസ് ചെയ്തു. ഒരു വ്യക്തിയുമായിട്ടുള്ള പാർട്ട്ണർഷിപ്പിൽ ഞാനൊരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് ഫീൽഡിലാണ് കൈവയ്ക്കുന്നത്. എന്തോ 5 വർഷം ഞാൻ ആ ബിസിനസ് ചെയ്തു. ഉറക്കമില്ലാത്ത ഒരുപാട് രാത്രികൾ. ഇവൻറ്റ് മാനേജ്മെൻറ്റ്, ഫ്ലക്സ് പ്രിൻറ്റിങ്, അങ്ങനത്തെ ബിസിനസ്സായിരുന്നു. തിരുവനന്തപുരം നഗരത്തിൽ ഞാൻ ഫ്ലക്സ് വയ്ക്കാത്ത ഒരു ഒറ്റ മൂലയില്ല, പന്തൽ കെട്ടാത്ത സ്ഥലമില്ല, കൊടി കെട്ടാത്ത സ്ഥലമില്ല. ഒരുപാട് കഷ്ടപ്പെട്ടു. 5 വർഷം ഞങ്ങൾ ജോലി ചെയ്തു. പക്ഷേ ബിസിനസ് ക്ലച്ച് പിടിച്ചില്ല. ഒടുവിൽ കോവിഡൊക്കെ അടുത്തുന്നതിനനുബന്ധിച്ച് തൊട്ടൊരു കുറച്ച് മുമ്പായിട്ട് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തപ്പോൾ അത് നിർത്തി. എനിക്ക് ആ പാർട്ട്ണർഷിപ്പ് നിർത്തി ഇറങ്ങേണ്ടി വന്നു. എൻ്റെ പാർട്ട്ണർ വീണ്ടും ഒറ്റയ്ക്ക് ബിസിനസ് തുടങ്ങി, കണ്ടിന്യൂ ചെയ്തു. അദ്ദേഹം കോവിഡ് കാലത്തും പിടിച്ചേക്കാൻ നോക്കി. ഒടുവിൽ എൻ്റെ കൂടെ 5 വർഷം വർക്ക് ചെയ്ത പാർട്ട്ണർ ഈ കോവിഡിൻ്റെ ഒരുപാട് രക്തസാക്ഷികളെ പോലെ അദ്ദേഹവും കടം വന്ന് മൂടി. ഒടുവിൽ അദ്ദേഹം സൂയിസൈഡ് ചെയ്യുന്നത്, തൂങ്ങി മരിക്കുന്നത് കണ്ടേക്കേണ്ടി വന്നു എനിക്ക്. പക്ഷേ ഞാൻ എൻ്റെ ബിസിനസ്സിലെ ആ അംഗം അവിടെ അവസാനിപ്പിച്ച് പിന്നെയും എന്തെങ്കിലും ചെയ്യാം എന്ന് വിചാരിച്ചു. ഒരുപാട് ധനനഷ്ടം, മാനഹാനിയൊക്കെ ഉണ്ടാക്കിയെങ്കിലും ഈ 5 വർഷം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ പാഠങ്ങൾ പഠിച്ച വർഷമായിരുന്നു. എന്ത് ചെയ്യരുത് എന്നുള്ള വലിയ പാഠങ്ങൾ. അങ്ങനെ ആ 5 വർഷം കഴിഞ്ഞ് മുന്നോട്ടിങ്ങനെ പോകുന്ന സമയത്താണ് എനിക്ക് എൻ്റെ ഒരു പഴയൊരു ഹോബി അല്ലെങ്കിൽ എൻ്റെ പഴയൊരു ഇഷ്ടം എന്നെ സഹായിക്കുന്നത്. മുമ്പ് കാലത്ത്, അതായത് 2012-14 കാലത്ത് ഒരുപാട് കവിതകളെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. പല ഭാഷകളിൽ നിന്നായിട്ട് ഏകദേശം ഒരു 10,200-3,000 കവിതകൾ മലയാളത്തിലേക്ക് ഞാൻ ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായ ചില കോൺടാക്റ്റുകൾ വഴിക്ക് ഞാൻ ഏഷ്യാനെറ്റ് ന്യൂസിലേക്ക് ചെന്ന് കയറുന്നു. ആദ്യം ചെന്ന് കയറുന്നത് ഒരു നോൺ ജേർണലിസ്റ്റിക് പൊസിഷനിലാണ്. അവിടെ ഇരുന്നു കൊണ്ട് മെല്ലെ 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 നമ്മൾ വേറെ ചില അസൈൻമെൻറ്റുകൾ പിടിച്ചെടുത്തു. അവിടുന്ന് ആദ്യം എഴുതാനൊരു അവസരം കിട്ടി. തുടക്കത്തിൽ ചെറിയ ചെറിയ ആർട്ടിക്കിൾസ് ആയിരുന്നു. പിന്നീട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കഥകൾ വലുതായി വലുതായി വന്നപ്പോൾ ലോങ് ഫോംസ് എഴുതാൻ തുടങ്ങി. ഒരുപാട് എഴുതിക്കൊണ്ടിരുന്നപ്പോൾ അവർ പറഞ്ഞു, എന്നാൽ നമുക്കിന്നൊരു വീഡിയോ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഞാൻ അന്ന് പുറത്തുനിന്ന് വന്നിട്ട് നാട്ടിൽ ഇവിടെ കാണുന്ന ആൾക്കാരോടൊക്കെ പഴയ കഥകൾ ഇങ്ങനെ പറയരുത്. അപ്പം ഇങ്ങനെ പറഞ്ഞ് അത് വല്ലാത്തൊരു കഥയാണ് എന്ന് ചുമ്മാ പറയരുത്. അങ്ങനെ പറഞ്ഞ സാധനം തന്നെ എടുത്തിട്ട് നമ്മൾ ടൈറ്റിലായിട്ട് കൊടുത്തു. പക്ഷേ അങ്ങനെ ഒരു പേര് പരിപാടിയുടെ ഇൻട്രോ ആവുകയും ആ പേര് സ്ട്രൈക്കിംഗ് ആയിട്ടുള്ളൊരു പ്രയോഗമാവുകയും ഇന്ന് പലരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ പോലും അത് വല്ലാത്തൊരു കഥയാണെന്ന് പറയും ഒക്കെ ചെയ്യുന്നത് കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട്. നമ്മൾ പലപ്പോഴും പറയും പ്രതിസന്ധികൾ വരും ജീവിതത്തിൽ, അത് നമ്മൾ അവസരമാക്കി മാറ്റണം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? അപ്പോൾ കോവിഡ് വന്ന സമയത്ത് പലർക്കും കോവിഡ് വലിയ പ്രതിസന്ധികൾ സമ്മാനിച്ചപ്പോൾ ഞങ്ങൾ ഡിജിറ്റൽ വെബുകാർക്ക് അത് വലിയ അവസരമായിരുന്നു. കാരണം നിങ്ങളെല്ലാവരും വീടുകളിൽ കുടുങ്ങി കിടക്കുകയാണ്. ഒരാൾക്കും പുറത്തേക്ക് ഇറങ്ങാൻ വയ്യ, സിനിമയ്ക്ക് പോകാൻ വയ്യ, ഒന്നും ചെയ്യാൻ വയ്യ.
അപ്പോൾ എൻ്റെ പരിപാടി ആ സമയത്താണ് യൂട്യൂബിൽ ചെന്ന് ഹിറ്റാവുന്നത്. അവിടെ ചെന്ന ആൾക്കാരൊക്കെ ഈ പരിപാടിയിൽ കാണാൻ തുടങ്ങി. അങ്ങനെ പല എപ്പിസോഡുകളും മില്യൺ കടന്നപ്പോഴാണ് ചാനലിന് തോന്നുന്നത് എന്നാൽ ഈ പരിപാടി അങ്ങ് ചാനലിലോട്ട് എടുത്ത് കളയാം. അങ്ങനെ ആ പ്രോഗ്രാം ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ചാനലിലേക്ക് എത്തും. പക്ഷേ ഞാൻ പറയാൻ പോകുന്നത് വല്ലാത്തൊരു കഥ എന്ന പരിപാടിക്ക് അവിടെ ഞാൻ പ്രവർത്തിച്ച 5 വർഷം കൊണ്ട് ഉണ്ടായിട്ടുള്ളൊരു ജനകീയ സ്വഭാവത്തെക്കുറിച്ച് കൂടിയാണ്. ഇപ്പം വല്ലാത്തൊരു കഥ എന്നെ സംബന്ധിച്ചിടത്തോളം അറിയാത്ത ഒരുപാട് കഥകളിലേക്കുള്ള ഒരു മുങ്ങാങ്കുഴി എന്നൊക്കെ പറയാം. ടെലിവിഷനിൽ ആരും അതുവരെ ശ്രമിച്ചിട്ടില്ലാത്തൊരു മോഡസ് ഓപ്പറാൻഡി ഞാൻ സത്യം പറഞ്ഞാൽ പ്രാക്ടീസ് ചെയ്യാൻ നോക്കി. കാരണം ചാനലിൽ നിന്ന് എനിക്ക് കിട്ടാവുന്ന റിസേർച്ചിനൊക്കെ ഒരു പരമാവധി ഒരു ലിമിറ്റ് ഉണ്ടായിരുന്നു. കാരണം നമ്മൾ പറയുന്ന കഥകളിൽ ഭയങ്കര വിവിധമായിട്ടുള്ള ടോപ്പിക്കുകളാണ്. ഇപ്പം ഇന്ന് ഞാൻ വീരപ്പൻ്റെ കഥ പറഞ്ഞാൽ നാളെ നേരെ പോകാൻ മെസ്സിയുടെ കഥയിലേക്കായിരിക്കും. ചിലപ്പം മൈക്കിൾ ജാക്സൻ്റെ പറഞ്ഞു കഴിഞ്ഞാൽ നേരെ MH370 തിരോധാനത്തിലേക്ക് പോകും. അപ്പോൾ നമുക്ക് ഒരാളെന്നോ രണ്ടാളെന്നോ ഈ എക്സ്പെർട്ടീസ് പ്രതീക്ഷിക്കാൻ വയ്യ. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഓരോ തവണ കഥ പറയുമ്പോഴും ഞാൻ ഇങ്ങനെ ഒരു കഥ ചെയ്യാൻ പോകുന്നുണ്ട്, നിങ്ങൾ ആർക്കെങ്കിലും ഇത് അറിയാമോ, താല്പര്യമുണ്ടോ, സഹായിക്കാമോ എന്ന് വെച്ചിട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുമായിരുന്നു. അങ്ങനെ ഈ ഒരുപാട് പേര് റെസ്പോണ്ട് ചെയ്യുമായിരുന്നു. അപ്പം ഞാൻ ഒരു വിഷയം ഇപ്പോൾ ഫിസിക്സിലൊരു ടോപ്പിക് ആണെങ്കിൽ അതിന് സഹായിക്കുന്ന ആളുകളുടെ പേര് ഇന്ന ആൾ ഫിസിക്സ് എന്നൊന്ന് സേവ് ചെയ്യുമായിരുന്നു. അങ്ങനെ ഓരോ വിഷയം വരുമ്പോൾ ഇപ്പം എയർ ട്രാഫിക് കൺട്രോൾ ആണെങ്കിൽ അങ്ങനെ സേവ് ചെയ്യുമായിരുന്നു. അങ്ങനെ സേവ് ചെയ്ത് ഓരോ വിഷയങ്ങൾക്കും ഓരോ ഫീൽഡിനും ഒരു 10-50 എക്സ്പേർട്ടുകൾ എൻ്റെ ഫ്രണ്ട്സ് ലിസ്റ്റിൽ വന്നു, എൻ്റെ കോൾ ലിസ്റ്റിൽ വന്നു. അങ്ങനെ വല്ലാത്തൊരു കഥയ്ക്ക് ഒരു വെർച്വൽ ആയിട്ടുള്ളൊരു എക്സ്പെർട്ടീസ് ലിസ്റ്റ് വരാൻ തുടങ്ങി. അപ്പോൾ അവരെയൊക്കെ ചേർത്തുകൊണ്ട് വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്നു, ഗൂഗിൾ ഡോക്യുമെൻ്റ് ഉണ്ടാക്കിയിട്ട് ഞാൻ അവർക്ക് ആക്സസ് കൊടുക്കുന്നു, ഞാൻ സ്ക്രിപ്റ്റ് എഴുതുന്ന അവരൊക്കെ വായിക്കുന്നു. ഓരോ സ്ക്രിപ്റ്റും 10-15 പേര് വായിക്കുന്നു, അത് വെറ്റ് ചെയ്യുന്നു, അതിൽ തെറ്റുകൾ തിരുത്തി തരുന്നു. അങ്ങനെ ഒരു വലിയൊരു എന്താ പറയുക വെർച്വൽ റിസർച്ച് ടീം തന്നെ അവിടെ ഉണ്ടായി വരുന്നു. ജനകീയ പ്രസ്ഥാനം എന്നൊക്കെ പറയുന്ന ലെവലിലേക്കാണ് കൊണ്ടുപോകാൻ ശ്രമിച്ചത്. ചാനലിൻ്റെയും ഡിജിറ്റലിൻ്റെയും ഒക്കെ ഒരു സാധാരണ പതിവ് രീതികൾക്ക് അപ്പുറം അന്ന് തന്നെ അതിനൊരു സ്വതന്ത്ര സംരംഭത്തിൻ്റെതായിട്ടുള്ളൊരു സ്കോപ്പും സ്കെയിലും ഉണ്ടായിരുന്നു എന്ന് ഇപ്പോൾ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം തന്നെ എന്നോട് പലരും ചോദിച്ചു, നിങ്ങൾക്ക് ഈ പരിപാടി സ്വന്തമായിട്ട് തുടങ്ങിക്കൂടെ എന്ന് ചോദിച്ചിരുന്നു. പക്ഷെ അന്നും എനിക്ക് വലിയ അപകർഷതയായിരുന്നു. അതുകൊണ്ട് അങ്ങനെയൊന്നും മുതിർന്നില്ല, പോയില്ല, ചെയ്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചാനലിൽ നിന്ന് അടുത്ത ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ അവസരം വരുന്നത്. ഒരു ദിവസം എൻ്റെ പ്രോഗ്രാം ഹെഡ് വിളിച്ചിട്ട് പറഞ്ഞു, ഒരു പുതിയൊരു പരിപാടി ചാനൽ ആരംഭിക്കാൻ പോവാണ്, കേരളത്തിൽ 100 ക്യാമ്പസിൽ പോകണം, അവിടുത്തെ കുട്ടികളെ കൂട്ടിയിരുത്തി പരിപാടി നടത്തണം, ഒരു 5 ക്യാം ഷൂട്ടാണ്, നിങ്ങൾ അതിൻ്റെ പ്രൊഡക്ഷൻ നോക്കണം. ഞാൻ വല്ലാത്തൊരു കഥ ഫ്ലോറിൽ നിന്ന് അവതരിപ്പിച്ച് പരിചയമല്ലാതെ പുറത്തേക്ക് പോയിട്ട് പ്രൊഡക്ഷൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഞാനതിനെ അവസരം എന്ന് വിളിക്കണോ അത് വെല്ലുവിളി എന്ന് വിളിക്കണോ പ്രതിസന്ധി എന്ന് വിളിക്കണോ എന്ന കൺഫ്യൂഷനിലായി. വേറെ ഓപ്ഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് ഏറ്റെടുത്തു. ഞാൻ പോയി കണ്ണൂർ, കാസർഗോഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റി മുതൽക്ക് തിരുവനന്തപുരം ലോ കോളേജ് വരെയുള്ള 100 ക്യാമ്പസുകളിൽ പോകാനുള്ള ഒരു ഭാഗ്യം ആ കാലത്ത് ഉണ്ടായി. അത് ഏറ്റെടുത്തു, നടത്തി, അത് വിജയകരമായിട്ട് പോയി. ചുരുക്കി പറഞ്ഞാൽ ഉർവശി ശാപം ഉപകാരം എന്ന അവസ്ഥയിലായി. അപ്പോൾ ഈ പരിപാടിയാണ് ഒരർത്ഥത്തിൽ എനിക്ക് കോൺഫിഡൻസ് പകർന്നു തന്ന ഒരു ടേണിംഗ് പോയിന്റ് എന്നൊക്കെ പറയുന്ന ഒരു സാധനം. അതിൻ്റെ 4-5 ഷെഡ്യൂള് ഒരു കാര്യമായിട്ടുള്ള പഴിയൊന്നും കേൾപ്പിക്കാതെ മുന്നോട്ട് പോയി. അന്നൊരു ആത്മവിശ്വാസമൊക്കെ ആയിട്ട് തിരിച്ച് ഡെസ്കിലേക്ക് മടങ്ങി വരുമ്പോഴാണ് അടുത്ത പ്രതിസന്ധിയുടെ വരവ്. ഇപ്പം ചാനലിൽ ആയുടെ ലൈവ് ഇങ്ങനെ കൂടിക്കൂടി വരുന്നു. അപ്പോൾ വല്ലാത്ത കഥയ്ക്കെന്നല്ല, ഒരു പ്രോഗ്രാമിനും പ്രസക്തി ഇല്ലാത്തൊരു കാലത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ അവിടെ ഇരുന്നിട്ട് നമ്മളെക്കൊണ്ട് ഇവിടെ ആവശ്യമില്ല, നമ്മളെപ്പോലെ ഒരാളെ ഇവിടെ ആവശ്യമില്ല എന്നിങ്ങനെ തോന്നാൻ തുടങ്ങി. അപ്പം മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു രാജി കിടന്ന് ഇങ്ങനെ തിളയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ സമയത്താണ് ഞങ്ങളുടെ ചാനലിൽ ഡിജിറ്റലിൽ ഒരു വീഡിയോ ഹെഡ് ഉണ്ട്, ജിതിൻ എന്ന പേര്. അദ്ദേഹത്തിൻ്റെ കൂടെയാണ് ഞാൻ ചായ കുടിക്കാൻ പോവുക. അപ്പോൾ ചായ കുടിക്കാൻ പോകുമ്പോൾ ചായപ്പേ ചർച്ച പതിവാണ്. അദ്ദേഹത്തിൻ്റെ വിഷമങ്ങൾ അദ്ദേഹം പറയും, എൻ്റെ വിഷമങ്ങൾ ഞാൻ പറയും. അങ്ങനെ ഞാനിങ്ങനെ ഒരു ദിവസം കാഷ്വലായിട്ട് പറഞ്ഞു, ഞാൻ ഇവിടുന്ന് ഇറങ്ങിയാലോ എന്ന് വിചാരിക്കുകയാണ്. അപ്പം പുള്ളി ചോദിച്ചു, ഇറങ്ങിയിട്ട് എന്ത് ചെയ്യാനാണ്, വേറൊരു ചാനലിൽ പോയാലും ഇത് തന്നെയായിരിക്കും അവസ്ഥ, അവിടെയും പ്രത്യേകിച്ചൊന്നും പുതുതായിട്ടുണ്ടാവാനല്ല, അതുകൊണ്ട് സൂക്ഷ്യം കണ്ടൊക്കെ മതി, വെറുതെ ചാടണ്ട എന്ന് പറഞ്ഞ് ഉപദേശിച്ചു. പിന്നീട് ഒരിക്കൽ അവൻ തന്നെ ചോദിച്ചു, നിങ്ങൾക്ക് ഈ പരിപാടി ഒരു യൂട്യൂബ് ചാനലായിട്ട് അങ്ങോട്ട് തുടങ്ങിക്കൂടെ എന്ന് ചോദിച്ചു. അപ്പം ആ ചോദ്യം എന്നെ വല്ലാതെ അങ്ങോട്ട് ഹുക്ക് ചെയ്തു. ശരിയാണല്ലോ. പക്ഷെ ഞാൻ പിന്നെ ആലോചിച്ചു, ചാടാൻ പോകുന്നത് വളരെ വലിയൊരു കയത്തിലേക്കാണ്. എനിക്ക് സാമാന്യം നല്ലൊരു പൈസ അവിടെ ശമ്പളമായിട്ട് കിട്ടുന്നുണ്ട്. രാജി വെച്ച് ഞാൻ പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അത് ഓടിയില്ലെങ്കിൽ കടിച്ചതുമില്ല പിടിച്ചതുമില്ല എന്ന അവസ്ഥയാവും. അപ്പോൾ പക്ഷേ എന്തുകൊണ്ടോ പലരും എന്നോട് പറഞ്ഞു, നീ പോകരുത്, മണ്ടത്തരമാണ് കാണിക്കുന്നത്. പക്ഷെ ഞാൻ കേട്ടില്ല. അതൊന്നും കേൾക്കാതെ 2024 നവംബർ 12 ഞാൻ അങ്ങ് രാജിവെച്ചു. 1 മാസത്തെ നോട്ടീസ് പീരീഡ് ഉണ്ടായിരുന്നു. അതൊക്കെ വളരെ അമിക്കബിളായിട്ട് പൂർത്തിയാക്കി. അവിടുത്തെ മേലധികാരികളെല്ലാം അനുഗ്രഹിച്ച് എന്നെ പറഞ്ഞയച്ചു. ഞാൻ പോകുന്ന വഴിക്ക് എന്നോട് ഇതേ ജിതിൻ ചോദിച്ചു, നിങ്ങളുടെ പ്രോഗ്രാമിൻ്റെ ടൈറ്റിൽ ഒന്ന് ചോദിച്ചു നോക്കൂ, ചിലപ്പോൾ തന്നാലോ
കിട്ടിയാൽ ഊട്ടി എന്ന് പറഞ്ഞു. സാധാരണഗതിക്ക് അങ്ങനെ ആർക്കും കൊടുക്കാറില്ല. പക്ഷേ ഞാൻ ചുമ്മാ പോയി ചോദിച്ചു. അപ്പം ഫ്രാങ്ക് സാറാണ് CEO എന്ന്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചപ്പം അദ്ദേഹം 2 ആഴ്ച ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു എങ്കിൽ പിന്നെ കൊണ്ടുപോയിക്കോ, ഇവിടെ ആരും ചെയ്യാൻ പോകണില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് അവരുടെ പ്ലാറ്റ്ഫോമിൽ കൺസീവ് ചെയ്തൊരു പ്രോഗ്രാം അവരുടെ ഒരു എംപ്ലോയിക്ക് ആദ്യമായിട്ട് അവർ എഴുതി കൊടുത്തു. എനിക്ക് ആദ്യമായിട്ട് തന്നു. എന്തായാലും സമാധാനമായി. നമ്മൾ പറയുമല്ലോ, ഈ വെൽ ബിഗൺ ഇസ് ഹാഫ് ഡൺ എന്നൊരു പഴയതിലുണ്ട്. അപ്പോൾ എന്തായാലും പേര് മാറ്റേണ്ടി വന്നില്ല, പുതിയൊരു പേരിടേണ്ടി വന്നില്ല, ഭാഗ്യം, രക്ഷപ്പെട്ടു. അപ്പം ഇനിയിപ്പോൾ എന്താ പണിയൊന്നുമില്ല, നല്ല കഥ എഴുതുക, പഴയ പോലെ. ഇപ്പം ഏഷ്യാനെറ്റ് ഫ്ലോറിൽ ഷൂട്ട് ചെയ്യുന്നതിന് പകരം നമ്മുടെ സ്വന്തം ഫ്ലോറിൽ ഷൂട്ട് ചെയ്യുക, സ്വന്തമായിട്ടൊരു ഫ്ലോർ എടുക്കുക, അവിടെ ഷൂട്ട് ചെയ്യുക. അങ്ങനെ വന്നു. ഞാൻ കുറേ ദിവസമായിട്ട് വല്ലാത്തൊരു കഥയ്ക്ക് വേണ്ടി കുറവ സംഘത്തിൻ്റെ സ്റ്റോറി ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലേക്ക് തമിഴ്നാട്ടിൽ നിന്ന് കള്ളന്മാർ വന്ന് മോഷ്ടിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ അത് 1ാമത്തെ എപ്പിസോഡായിട്ട് പ്ലാൻ ചെയ്തു. ഡിസംബർ 13-ാം തീയതി നമ്മളെ പതിയൊരു വിരുദ്ധമായിട്ടൊരു 13-ാം തീയതിയാണ് ചാനൽ ലോഞ്ച് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ആർട്ടിസ്റ്റ് ഭട്ടതിരി ലോഗോ റീഡിസൈൻ ചെയ്ത് തന്നു. പുതിയൊരു എക്കോസിസ്റ്റത്തിൽ പഴയതിനേക്കാൾ ഉഷാറായിട്ട് തന്നെ നമ്മൾ വല്ലാത്തൊരു കഥ അതിൻ്റെ യാത്ര തുടർന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരാളെ ചായ വിളിക്കാൻ വിളിച്ചുകൊണ്ട് വരുന്നില്ലേ, അയാളെ ഞാൻ മെല്ലെ അവിടെ നിന്ന് റാഞ്ചി എൻ്റെ കൂടെ കൊണ്ടുവന്നു. അവിടുത്തെ ഒരു DOP ആയിട്ടുള്ള ആളുടെ അധികം എൻ്റെ കൂടെ വന്നു. ഞങ്ങൾ 3 പേരും കൂടെ പുതിയ പ്രസ്ഥാനം തുടങ്ങി. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ പിന്നീട് ഇങ്ങനെ സ്വപ്നം കാണാൻ തുടങ്ങി. നമുക്ക് വല്ലാത്തൊരു കഥ മാത്രം പോരാ, വേറെയും കണ്ടൻറ്റ് വേണമെങ്കിലേ ഉണ്ടെങ്കിലേ ഒരു എൻഗേജ്മെൻ്റ് ഉണ്ടാവുള്ളൂ. അങ്ങനെ ഞങ്ങൾ ആലോചിച്ചപ്പോൾ നമുക്ക് ഇതുവരെ പോകുന്ന ഇൻ്റർവ്യൂകളിലെയൊക്കെ ഫോർമാറ്റ്സിനെ പൊളിച്ചിട്ട് നമുക്ക് പുതിയൊരു ഫോർമാറ്റിൽ ഒരു ഇൻ്റർവ്യൂ തുടങ്ങാം. അപ്പോൾ എങ്ങനെയാണ് എല്ലാവരും ഇരുന്ന് സംസാരിക്കും. നമുക്ക് പുറത്തിറങ്ങിപ്പോയി ആളുകളെ വേറെ രീതിയിൽ കൊണ്ടുവന്നൊരു ഡോക്യു ഫിക്ഷൻ സ്റ്റൈലിൽ നമുക്ക് ഇൻ്റർവ്യൂ ചെയ്യാം. അങ്ങനെയാണ് ഞങ്ങൾ ഡയലോഗ്സ് എന്നുള്ള പേരിലൊരു ഔട്ട്ഡോർ ഡോക്യു ഫിക്ഷൻ ഫോർമാറ്റ്, ഒരു പ്രീമിയം ഇൻ്റർവ്യൂ തുടങ്ങാൻ വെച്ചു. ആരെ വെച്ച് ചെയ്യും, ആര് തയ്യാറാവും? അങ്ങനെ ടൊവിനോ തോമസിനെ എനിക്ക് ഇച്ചിരി പരിചയം ഉണ്ടായിരുന്നു. ഇയാൾ വല്ലാത്തൊരു കഥ കാണുന്ന ആളായിരുന്നു. അപ്പോൾ ഞാനൊരു ദിവസം ചോദിച്ചു, ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ തരുമോ, നമുക്ക് തരുമോ? പറഞ്ഞു, ഞാനിങ്ങനെ വയനാടാണുള്ളത്, അവിടെ വരികയാണെങ്കിൽ എടുക്കാൻ തോന്നും. അങ്ങനെ നരിവേട്ട സിനിമയുടെ ഷൂട്ട് നടക്കുന്ന സെറ്റിൽ ഞങ്ങൾ പോയി. ഒരു ദിവസം പോയി, തലേദിവസം രാത്രി അവിടെ എത്തി. രാത്രി കിടന്നിട്ട് ഉറക്കം തരില്ല. അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ് പുള്ളിയെ കാണണം, ഷൂട്ട് ചെയ്യണം. എങ്ങനെ പോകുന്നറിയില്ല. ഞാൻ ഇന്നേ വരെ ഒരാളെ ഇൻ്റർവ്യൂ ചെയ്തിട്ടില്ല. രാത്രി കിടക്കുമ്പോൾ ഇങ്ങനെ ചീവീടുകളുടെ ശബ്ദം ഇങ്ങനെ കേൾക്കാം. നമുക്ക് ഉറക്കം വരുന്നില്ല. നമ്മൾ ഈ ഷോട്ട് ഇങ്ങനെ വയ്ക്കണം, ആ ഷോട്ട് അങ്ങനെ വയ്ക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്ത് ഇങ്ങനെ ഇരുന്ന് അടുത്ത ദിവസം രാവിലെ ആയപ്പോൾ നേരെ പോയി ചെന്ന് നോക്കുമ്പോൾ ആശ നല്ല ഉറങ്ങാം. തലേ ദിവസം രാവിലെ 5 മണി വരെ ഷൂട്ട് ചെയ്തിട്ട് ആശ ഉറങ്ങണം. ഞങ്ങൾ പിന്നെ ഈ പണ്ട് മറ്റേ ശ്രീകൃഷ്ണനെ കാണാൻ യുധിഷ്ഠിരൻ പോയ ഒരു കഥ പറയും, അതുപോലെ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുക. ആളിപ്പോൾ എഴുന്നേക്കും എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തു. കുറേ കഴിഞ്ഞൊരു ഉച്ചയൊക്കെ ആയപ്പോഴേക്കും ആശ ഇറങ്ങി വന്നു. ഇറങ്ങി വന്നിട്ട് പുള്ളി ഞങ്ങൾക്കൊരു സ്പെഷ്യൽ ഡ്രിങ്കൊക്കെ ഉണ്ടാക്കി തന്നു. ഒരു മുസമ്പിയും കോഫിയും ഒക്കെ ഇട്ടൊരു ഐസൊക്കെ ഇട്ടൊരു ഡ്രിങ്ക്. ഞങ്ങളതൊക്കെ കുടിച്ച് ഉഷാറായി ഷൂട്ട് ചെയ്യാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങിപ്പോയി. അപ്പോൾ ടൊവിനോയ്ക്ക് കിളികളെ ഇഷ്ടമാണെന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം ഞങ്ങൾ അങ്ങനെ തന്നെ സംഭാഷണം പ്ലാൻ ചെയ്ത് തുടങ്ങി. ടൊവിനോ അങ്ങനെയാണ് പറഞ്ഞു തുടങ്ങുന്നത്. ശരിക്കും നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് നമ്മൾ കേൾക്കുന്ന ശബ്ദങ്ങൾ കിളികളുടെ ശബ്ദങ്ങളാണ്. അതായത് നമ്മൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് കിളികൾ എഴുന്നേൽക്കുന്നുണ്ട്. പക്ഷെ കിളികൾ നമ്മളെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി അലാം വെച്ച് എഴുന്നേൽപ്പിക്കുന്നതല്ല എന്ന് പുള്ളി അങ്ങ് തുടങ്ങി. പിന്നെ അതങ്ങ് പോയി ഞങ്ങൾ ഏകദേശം ഒരു 2 മണിക്കൂർ സംസാരിച്ചു, 3 മണിക്കൂറോളം സംസാരിച്ചു. അത് ഒരു ഡയലോഗിൻ്റെ ആദ്യത്തെ ലക്കം പുറത്തു വിട്ടു. എല്ലാവർക്കും ഇഷ്ടമായി, ആളുകൾക്ക് സന്തോഷമായി. അങ്ങനെ ആദ്യത്തെ എപ്പിസോഡ് എഡിറ്റ് നടക്കുന്ന സമയത്താണ് നമ്മൾ 2ാമത്തെ എപ്പിസോഡിൽ നടൻ പ്രകാശ് രാജിനെ സമീപിക്കാൻ വിചാരിക്കുന്നു. അപ്പോൾ ബാംഗ്ലൂർ ബ്യൂറോ വഴിക്ക് അദ്ദേഹത്തിൻ്റെ നമ്പർ സംഘടിപ്പിച്ചു. പുള്ളിയാണെങ്കിൽ തൊട്ടാ പൊട്ടുന്ന ക്ഷിപ്രകോപിയാണ്. എന്ത് ചോദിച്ചാലും ദേഷ്യപ്പെടാന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ആദ്യം ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, ഐ എം ബിസി, യു കം സം അതർ ടൈം എന്നൊക്കെ പറഞ്ഞ് തള്ളി കൊണ്ടുപോയി. അപ്പോഴേക്കും ഞങ്ങൾക്ക് ടൊവിനോയുടെ പ്രൊമോ അടിച്ചു കിട്ടി. ഞാനിത് നേരെ ആശാൻ്റെ ഇൻബോക്സിലേക്ക് അയച്ചു കൊടുത്തു. ഇതങ്ങനെ കണ്ടതും ആശാൻ്റെ അഭിപ്രായം മാറി. യുവർ വർക്ക് ഈസ് ഓസം, യു ഗൈസ് മസ്റ്റ് വിസിറ്റ് മൈ മൈസൂർ ഫാം ഹൗസ് എന്ന് പറഞ്ഞു. മൈസൂരിൽ പുള്ളിയുടെ ഫാം ഹൗസിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഞങ്ങളിവിടുന്ന് ഐരാവതത്തും കർണാടക സ്റ്റേറ്റ് ട്രാൻസ്പോർട്ടിൻ്റെ ഐരാവതത്തിൽ എല്ലാവരും കൂടെ കയറി മൈസൂരിൽ പോയി. ചെന്നിറങ്ങിയ പാടെ പുള്ളി പറഞ്ഞു, ഇപ്പോൾ ഷൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. ഞങ്ങളാണെങ്കിൽ വിചാരിച്ചത് ചെല്ലുക, ആദ്യം കുറേ നേരം ഐസ് ബ്രേക്ക് ചെയ്യുക, കുറേ തമാശയൊക്കെ പറയുക, അപ്പോൾ പുള്ളി ലൈറ്റാവും, അപ്പം നമ്മൾ ഷൂട്ട് ചെയ്യാതെ ധരിച്ചിരിക്കുകയാണ്. എവിടെ ചെന്ന ഉടനെ ഷൂട്ട് ചെയ്യാൻ പറഞ്ഞു. ഞങ്ങളാണെങ്കിൽ ആകെ ടെൻഷൻ, ഇരിക്കുകയാണെങ്കിൽ മര്യാദയ്ക്ക് ഇംഗ്ലീഷ് പോലും അറിഞ്ഞോളാം. പിന്നെ അങ്ങ് നമ്മൾ തുടങ്ങി ഷൂട്ട് എല്ലാം പെട്ടെന്ന് സെറ്റ് ചെയ്ത് ഷൂട്ട് തുടങ്ങിയിട്ട് ഒന്നും ഒരു സെറ്റാവണില്ല. അയാൾക്ക് ഞാൻ ചോദിക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല, അയാൾ പറഞ്ഞ ഉത്തരങ്ങൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഞങ്ങൾ വൈകുന്നേരം വരെ ഷൂട്ട് ചെയ്തു. അവസാനം പുള്ളിക്ക് തന്നെ മതിയായി. പുള്ളി അവസാനം പറഞ്ഞു, എനിക്ക് വൈകുന്നേരം ഒരു ഫംഗ്ഷൻ ഉണ്ട്, ഞാൻ അങ്ങോട്ട് പോവാണ്, പോയിട്ട് വരാമെന്ന് പറഞ്ഞു. ഫംഗ്ഷനിൽ പോയി തിരിച്ചു വന്നത് പുള്ളി നല്ല മൂഡിലാണ്. പുള്ളി പറഞ്ഞു, യു ഓൾ ലീവ് ഓൾ ദ ക്യാമറ, എവറിത്തിങ്, ജസ്റ്റ് ഡ്രോപ്പ് ദ ക്യാമറ, കം, ഐ നീഡ് ടു ടോക്ക് ടു യു. വിളിച്ചുകൊണ്ടുപോയി ഒരു വട്ടമേശ സമ്മേളനം. പലവട്ടം പല കാര്യങ്ങളും പറഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് എന്നെ നോക്കിയിട്ട് പറയും, ദിസ് മാൻ ഈസ് ഈറ്റിംഗ് മൈ ഹെഡ് സിൻസ് ദ മോർണിംഗ്
ജസ്റ്റ് ടേക്ക് മേ എന്നെ ഫ്രെയിമിൽ ഒട്ടിച്ച് ഇങ്ങനെ ചുമരിന് മുകളിൽ ഫ്രെയിം ചെയ്ത് വെച്ചു. പക്ഷേ എനിക്ക് മനസ്സിലായി ഇദ്ദേഹത്തിന് എന്താണ് വേണ്ടതെന്ന്. ഞാൻ ഓരോന്നായിട്ട് എഴുതിയെടുത്ത് നാളെ രാവിലെ 6 മണിക്ക് നമുക്ക് ഒന്നുകൂടെ ഷൂട്ട് ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി രാവിലെ 6 മണി വെളിച്ചം വന്ന പാടെ പുള്ളി ഇറങ്ങി വന്നു. ഞങ്ങൾ വീണ്ടും സംസാരിച്ചു തുടങ്ങി. പക്ഷേ പുള്ളി അന്ന് വരെ ഒരു ഇൻ്റർവ്യൂവിലും, ഇന്ത്യയിൽ ഒരാൾക്ക് കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിലും പറയാത്ത കാര്യങ്ങൾ ഞങ്ങളെടുത്ത് പറഞ്ഞു. അച്ഛനെക്കുറിച്ച്, അമ്മയെക്കുറിച്ച്, ചെറുപ്പത്തിൽ 8 വയസ്സിൽ ഒരു കുട്ടി കെട്ടിടത്തിന് മുകളിൽ വീണ് മരിച്ചതിനെക്കുറിച്ച്, തൻ്റെ ജീവിതത്തിലെ പെണ്ണുങ്ങളെക്കുറിച്ച്, നിരവധി പെണ്ണുങ്ങളെക്കുറിച്ച്, പിന്നീട് ഒരുപാട് എൻജോയ് ചെയ്യുന്ന ഭക്ഷണത്തെക്കുറിച്ച്, പാചകത്തെക്കുറിച്ച്, രാഷ്ട്രീയത്തെക്കുറിച്ച്. രാഷ്ട്രീയമൊക്കെ പറയുമ്പോൾ പുള്ളി ഇങ്ങനെ തിളക്കിയായിരുന്നു ആ സമയത്ത്. പിന്നെ ED റെയ്ഡ് നടത്തിയതിനെ പറ്റി ഒക്കെ ഒരുപാട് കാര്യങ്ങൾ പുള്ളി പറഞ്ഞു. ഞങ്ങൾക്ക് പോരുന്നതിന് മുന്നേ മട്ടൻ കറി കൂടെ വെച്ച് തന്നിട്ടാണ് പുള്ളി ഞങ്ങളെ വിട്ടത്. അങ്ങനെ 2 ദിവസം പുള്ളിയുടെ നിർദ്ദിഗന്ധ എന്ന് പറയുന്ന ഫാം ഹൗസിൽ ഞങ്ങൾ ചിലവിട്ടു. കിട്ടിയ ഫുട്ടേജ് എല്ലാം എടുത്തുകൊണ്ടുവന്നു വീണ്ടും എഡിറ്റ് ചെയ്ത് ആ എപ്പിസോഡും ആളുകൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ആ എപ്പിസോഡ് റിലീസായതോടെ ആളുകളുടെ സ്നേഹം വീണ്ടും 2 ഇരട്ടിയായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ അതേ സീരീസിലെ 3ാമത്തെ ഒരു എപ്പിസോഡ് പ്ലാൻ ചെയ്യുന്നത്. അത് കേരളത്തിലെ ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റുകളെ പറ്റിയുള്ള ഒരു എപ്പിസോഡായിരുന്നു. 2-3 മണിക്കൂർ നീളമുള്ള ഒരു സംഭാഷണം. ഡോക്ടർ അരുൺ സക്കറിയ എന്ന് പറയുന്ന നമ്മുടെ ചീഫ് വെറ്ററിനറി വാർഡനെ പറ്റി അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഒരു ഇൻ്റർവ്യൂ. കോട്ടൂർ എലിഫൻറ്റ് ക്യാമ്പിൽ വെച്ചിട്ടായിരുന്നു നമ്മൾ സംസാരിച്ചത്. അദ്ദേഹം അവിടെ വെച്ചിട്ട് ആ കാടിൻ്റെ നടുക്ക് വെച്ചിട്ട് ആനകളെക്കുറിച്ച്, കടുവകളെക്കുറിച്ച്, ഇതിനുവേണ്ടി നേരം ചെലവിട്ട് നാനാവിധമായി പോയ ജീവിതത്തെക്കുറിച്ച് ഒക്കെ അദ്ദേഹം സംസാരിച്ചു. അപ്പോൾ ഇത് 3 പ്രധാനമായിട്ട് പോയ 3 പരിപാടികളാണ്. അതിനുശേഷം ഇപ്പോൾ ഞങ്ങൾ വീണ്ടും ഒരു സ്റ്റുഡിയോ ബൗണ്ട് സബ്ജക്റ്റ് ഓറിയൻറ്റഡ് പോഡ്കാസ്റ്റ് കൂടെ ചെയ്തു. അതിൽ നമ്മൾ പാലിയേറ്റീവ് കെയറിൻ്റെ ഡോക്ടർ MR രാജഗോപാൽ, ആർക്കിടെക്ട് മനോജ് കിണി, അർബൻ ഡിസൈനെ പറ്റി, സ്റ്റാർട്ടപ്പ് മിഷൻ്റെ CEO അനൂപംബിക സാറ്, വിഴിഞ്ഞം പോർട്ട് MD ദിവ്യ സേൻ, അങ്ങനെ ഒരുപാട് പേരെ കൊണ്ടുവന്നു. മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരുപാട് കോൺവെർസേഷൻസ് അവിടെയും നടന്നു. അങ്ങനെ ഒരുപാട് ആളുകളിലേക്ക് ഈ പരിപാടി എത്തി. ഇപ്പം പുതിയ പരിപാടികൾ കൺസീവ് ചെയ്യുന്നതിൻ്റെ തിരക്കിലാണ്. പഴയ പരിപാടികൾ കൂടുതൽ നന്നായിട്ട് ചെയ്യുന്നതിൻ്റെ തിരക്കിലാണ്. ഞാൻ പറയാൻ വന്നത്, ബിസിനസ് ചെയ്യുക, അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ടൊരു സ്ഥാപനം നടത്തുക, അങ്ങനെ കുറച്ച് പൈസ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ചെയ്യുക, തലയ്ക്ക് മേലെ ആരുമില്ലാതെ ജോലി ചെയ്യുക, ഇതൊക്കെ എന്തോ തെറ്റായിട്ട് കരുതുന്നൊരു സമൂഹം പോലും ഇവിടെയുണ്ട്. സർക്കാർ ജോലിക്ക് കിട്ടുന്ന അന്തസ്സ് ഒരു യൂട്യൂബർക്ക് ഇവിടെ കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. പക്ഷേ ഞങ്ങളത് ചെയ്തു. അനൂപംബിക സാറിനെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ലീഗലി, എത്തിക്കലി നമുക്ക് ഒരുപാട് പണം ഉണ്ടാക്കാനുള്ള ഒരേ ഒരു വഴി ബിസിനസ് ചെയ്യുകയാണെന്നുള്ളതാണ്. അതിൻ്റെ പാത ഞങ്ങൾ പിടിച്ചു. ഞങ്ങൾക്ക് മീഡിയ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരു ക്രിയേറ്റീവ് ആക്ടിവിറ്റിയാണ്, അതേസമയം ഞങ്ങൾക്കതൊരു ബിസിനസ്സുമാണ്. അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് നടത്താൻ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പരിധിവരെ അതിൽ വിജയിച്ചിട്ടുണ്ട്. പലയിടത്തും വെച്ച് കാണുമ്പോൾ ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഇൻസ്പയർഡ് ആയിട്ട് ഉപദേശം ചോദിക്കാറുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യട്ടെ, അങ്ങനെ താല്പര്യമുണ്ട് എന്നുള്ള മട്ടിൽ. അപ്പോൾ അവരോട് ഞങ്ങൾ പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ നമുക്ക് ഉപജീവന മാർഗമാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ സ്വപ്നങ്ങളിൽ നിന്ന് ജീവിക്കാനുള്ള വക കണ്ടെത്താൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ, അതിനേക്കാൾ മനോഹരമായിട്ട് വേറൊന്നുമില്ല. വലിയ അധ്വാനം തന്നെ അതിൻ്റെ പിന്നിൽ കൊടുക്കേണ്ടി വരും. ഒരുപാട് കംഫർട്ട് സോണുകളിൽ നിന്ന് നിങ്ങൾക്ക് ഇറങ്ങി നടക്കേണ്ടി വരും. സാമ്പത്തിക പ്രയാസങ്ങൾ തുടക്കത്തിൽ നിങ്ങളെ വരിഞ്ഞു മുറുക്കി ശ്വാസം മുട്ടിക്കും. ഉറക്കമില്ലാത്ത ഒരുപാട് രാത്രികൾ നിങ്ങൾക്ക് ഉണ്ടാവും. പക്ഷേ കൂടെ നടക്കാൻ സമാന മനസ്കരായിട്ടുള്ള സ്നേഹിതരുണ്ട് എങ്കിൽ, അധ്വാനിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ, എന്താ പറയുക, ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്ന സ്വതന്ത്രമായിട്ടുള്ള സ്ഥാപനം നടത്തുക എന്ന് പറയുന്ന പരിപാടിയിൽ ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് ത്രില്ലുണ്ട്, ഒരുപാട് ചാരിതാർത്ഥ്യത്തിലുള്ള വകയുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഇത്ര മാത്രമാണ്. I didn't quit a job. I just started a new journey, and it is one I'm still on. A microphone in my hand, a zillion questions in my heart, and many more stories yet to be told. Thank you.